ബ്രൈറ്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസിലെ പാർട്ട് 5 ആണ്. ഇതിൽ നമുക്ക് പറയാനുള്ളത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ഡെറിവേഷനും ടോർക്ക് ആക്ടിംഗ് ഓൺ ഡൈപോൾ എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ച ഡൈപോളിനുമുള്ള ടോർക്ക് ആക്ടിംഗ് ആണ് കണ്ടുപിടിച്ചിരുന്നത്. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് വെരി ക്ലോസ്ലി, നല്ല അടുത്തടുത്ത് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനാണ് എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് 3 വിധത്തിൽ പറയാൻ പറ്റും. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ലീനിയർ ഡിസ്ട്രിബ്യൂഷനാണ്. ലീനിയർ ഡിസ്ട്രിബ്യൂഷൻ ലീനിയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് എ ലൈൻ. ഒരു ലൈനിൻ്റെ മുകളിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെന്താ പറയുക, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ ഈ ലെങ്ത്തിൽ സ്മോൾ ലെങ്ത്ത് DL ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ചാർജ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ചാർജ് ഡെൻസിറ്റി എന്ന് പറയും. ചാർജ് ഡെൻസിറ്റി ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി സിമ്പൽ ലാംഡയാണ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈസ് ഈക്വൽ ടു ദ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ എ സ്മോൾ ഡിസ്റ്റൻസ് dq/dl. ലെങ്ത്തിൽ ലൈനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് dq/dl ആണ് എന്ത്, ലാംഡ. അതിൻ്റെ യൂണിറ്റ് എന്താ വരിക, കൂളം/സെൻറ്റിമീറ്റർ ആണ് എന്ത്, ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയുടെ ടേംസിൽ dq എന്താ വരിക, dq ഈസ് ഈക്വൽ ടു ലാംഡ dl അല്ലേ, dq ഈസ് ഈക്വൽ ടു ലാംഡ d. അപ്പോൾ ടോട്ടൽ ചാർജ് ക്യൂവിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, ഇൻ്റഗ്രൽ ലാംഡ dl എക്സ്പ്രസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ചാർജ് ഡെൻസിറ്റി ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, ഇൻ ടേംസ് ഓഫ് ചാർജ് ഡെൻസിറ്റി ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു q/4πε0 r² അല്ലേ, വെക്ടർ r². ഇതാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ. ഈ ക്യൂവിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലാംഡ dl സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ചാർജ് ഡെൻസിറ്റി ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ലാംഡ dl/4πε0 r². ഇനി ലീനിയർ ചാർജ് ഡെൻസിറ്റി ലൈനിലല്ലാണ്ട് പിന്നെ എവിടെയാണ് നമുക്ക് ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ഒരു സർഫസിൽ അല്ലേ, ഒരു സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒരു സർഫസ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും, സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈ ഒരു സർഫസിൽ dq എന്ന് പറയുന്ന ഒരു ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ A ആണെന്ന് വിചാരിക്കുക. A ഈസ് ദ ഏരിയ. അപ്പോൾ ഏരിയ, സർഫസിൻ്റെ ഏരിയ എയും ചാർജ് ഡിസ്ട്രിബ്യൂഷൻ dq ആണെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താ വരിക, ഇവിടെ നേരത്തെ ലെങ്ത് അല്ലേ നമ്മൾ എഴുതി അല്ലേ, ചാർജ് ബൈ ലെങ്ത് എന്ന് എഴുതി ലാംഡയ്ക്ക്. സർഫസ് ചാർജ് ഡെൻസിറ്റിക്ക് നമ്മൾ സൂചിപ്പിക്കുന്ന അക്ഷരം സിഗ്മയാണ്. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ. ഇതാണെന്ത്, സർഫസ് ചാർജ്. ഇതിൻ്റെ യൂണിറ്റ് എന്താ വരിക, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, കൂളം/മീറ്റർ². സർഫസ് ചാർജ് ഡെൻസിറ്റി കൂളം/മീറ്റർ². വാട്ട് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ചാർജ് ഡെൻസിറ്റി, ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സിഗ്മ dA/4πε0 r² അല്ലേ. ഇനി മൂന്നാമത്തെ ആളാരാണ്, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ വോളിയം. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബ് അല്ലെങ്കിൽ ഒരു സ്ഫിയർ. ഇപ്പോൾ ഒരു ക്യൂബിൽ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഫിയറിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ ചാർജ് ഡെൻസിറ്റി സിംപ്ലി ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ചാർജ് ഡെൻസിറ്റിയാണ്. അപ്പോൾ വോളിയം ചാർജ് ഡെൻസിറ്റി ഓർ സിമ്പിൾ ചാർജ് ഡെൻസിറ്റി സിമ്പിൾ റോ എന്നാണ്. റോ ഈസ് ഈക്വൽ ടു dq/dv ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, കൂളം/മീറ്റർ³ അല്ലേ. ദെൻ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടേംസ് ഓഫ് വോളിയം ചാർജ് ഡെൻസിറ്റി, ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞാൽ നമ്മൾ q/4πε0
ആർ സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ. ക്യൂവിന് പകരം നമ്മൾ എന്ത് എഴുതണം? ക്യൂ ഇസ് ഈക്വൽ ടു റോ ഡി വിയുടെ ഇൻ്റഗ്രൽ അല്ലേ വരിക അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇൻ്റഗ്രൽ റോ ഡി വി ബൈ 4πε0 ആർ സ്ക്വയർ. ദിസ് ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടേംസ് ഓഫ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ 3 ടൈപ്സ് ഓഫ് ചാർജ് ഡെൻസിറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ, സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, വോളിയം ചാർജ് ഡെൻസിറ്റി റോ. ഇതിൽ യൂണിറ്റ് ലീനിയറിന് കൂളം ബൈ മീറ്റർ, ലെങ്ത് മാത്രം ആയതുകൊണ്ട് മീറ്റർ. ഇനി സർഫസ് ചാർജ് ഡെൻസിറ്റി കൂളം ബൈ മീറ്റർ സ്ക്വയർ, ലെങ്ത് ഏരിയ അല്ലേ. ഇനി വോളിയം ചാർജ് ഡെൻസിറ്റി കൂളം ബൈ മീറ്റർ ക്യൂബ്, വോളിയമാണ്. അപ്പം ആ വ്യത്യാസമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ദ ഇമാജിനറി ലൈൻസ് ഡ്രോൺ ടു റെപ്രസെൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഇമാജിനറി ലൈൻസ് ഡ്രോൺ സറൗണ്ടഡ് ബൈ എ ചാർജ് ടു റെപ്രസെൻറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഒരു ഏരിയക്ക് നോർമലായിട്ട് പാസ് ചെയ്ത് പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സർഫസ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു ഇറ്റ്. ആ സർഫസിന് നോർമലായിട്ട് കടന്നു പോകാൻ പറ്റുന്ന ആകെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യത്തെ സ്കേലാർ ക്വാണ്ടിറ്റി നമ്മൾ പഠിക്കുന്നത് ചാർജിനെ കുറിച്ച് പറഞ്ഞു. ചാർജ് സ്കേലാറാണ്. പിന്നെയുള്ളൊരു സ്കേലാർ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത് ആരാണ്? ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫോഴ്സ് വലിയ വെക്ടറാണ്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്, ഡൈപോൾ മൊമെൻറ്റ് വെക്ടറാണ്, ടോർക്ക് വെക്ടറാണ്. ഇലക്ട്രിക് ഫ്ലക്സ് സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഇപ്പോൾ ഒരു ഏരിയയിലൂടെ, ഈ ഏരിയ ഡി എസിലൂടെ നോർമലായിട്ട് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഏരിയക്ക് ആംഗിൾ തീറ്റയാണ് ഈ ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ എങ്ങനെയാണ് കാണുക? ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ നമ്മൾ ഡി ഫൈ ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതുക ഇ ഡോട്ട് ഡി എസ് എന്നാണ്. എന്താ എഴുതുക? ഇ ഡോട്ട് ഡി എസ് അല്ലേ? അപ്പോൾ ഈ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇ ഡി എസ് കോസ് തീറ്റ. ഇ ഡി എസ് കോസ് തീറ്റ അല്ലേ? ഇ ഡി എസ് കോസ് തീറ്റയാണ് എന്ത്? ഡി ഫൈ. അപ്പോൾ ദെൻ ടോട്ടൽ ഫ്ലക്സ് കാണാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എസ് ഓർ ഇ എസ് കോസ് തീറ്റ അല്ലേ? മാക്സിമം കിട്ടപ്പോഴാണ് തീറ്റ 0 ആകുമ്പോൾ അല്ലേ? ഈ ആംഗിൾ 0 ആകുമ്പോഴല്ലേ നമുക്ക് മാക്സിമം ഫ്ലക്സ് കിട്ടുക. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ഇ എസ്. ദിസ് ഈസ് ദി ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ എന്താ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സർഫസ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ ഇറ്റ് നോർമലി. ആ സർഫസിന് നോർമലായിട്ട് പാസ് ചെയ്യുന്ന ആകെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെബറാണ്. വെബർ. പക്ഷേ നമുക്ക് ഇവിടുന്ന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക് ഫ്ലക്സ് ആവട്ടെ മാഗ്നറ്റിക് ഫ്ലക്സ് ആവട്ടെ നമുക്ക് വെബർ എന്ന് പറയുന്ന യൂണിറ്റിൽ എഴുതാൻ പറ്റും. പക്ഷേ ഇലക്ട്രിക് ഫ്ലക്സിനെ വെബറിൻ്റെ ടേംസിലല്ലാതെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ മാറ്റി എഴുതുക? ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ന്യൂട്ടൺ പെർ കൂളം അല്ലേ? ന്യൂട്ടൺ പെർ കൂളം അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? ന്യൂട്ടൺ പെർ കൂളം ഓർ വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ നമ്മളെ ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താ വരിക? ഇക്ക് പകരം ന്യൂട്ടൺ പെർ കൂളംബ്, ഏരിയ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ. ഒരു യൂണിറ്റ് ഫ്ലക്സിൻ്റെ. അപ്പോൾ ഫ്ലക്സിൻ്റെ ഒരു യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പ്ലസ് ബൈ കൂളംബ് എന്ന് കിട്ടും. ഇനി മറ്റൊരു യൂണിറ്റ് ഏതാ? വോൾട്ട് പെർ മീറ്റർ അല്ലേ? വോൾട്ട് പെർ മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ. അപ്പോൾ ഒരു മീറ്റർ കട്ട് ചെയ്ത് പോകും. അപ്പോൾ എന്തായി? വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ. അപ്പോൾ വെബർ SI യൂണിറ്റ് ആണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒന്നെങ്കിൽ എന്തെഴുതുക, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളം അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ എന്നെഴുതിയാലും ആരുടെ യൂണിറ്റാണ്? ഫ്ലക്സിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബർ എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ യൂണിറ്റ് ഇങ്ങനെ എഴുതുക, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം ഓർ വോൾട്ട് മീറ്റർ എന്ന് എഴുതാം. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു തിയറമാണ്. ആ തിയറം പരീക്ഷയ്ക്ക് എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ നിന്ന്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജിൽ നിന്നും ചാപ്റ്ററിൻ്റെ അവസാന സെക്ഷനിലേക്കായ ഗോസസ് തിയറം, ഗോസസ് ലോ, അതെപ്പോഴും പരീക്ഷയ്ക്ക് ഒരു സ്ഥിരം ക്വസ്റ്റ്യനായിട്ട് വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ അത് ഫ്ലക്സുമായി റിലേറ്റ് ചെയ്ത ഒരു ലോയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പറയാനുള്ളത് ഗോസസ് ലോ. അല്ലെങ്കിൽ ഗോസസ് തിയറം. ദ ലോ റിലേറ്റഡ് ടു ഇലക്ട്രിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സുമായി റിലേറ്റ് ചെയ്ത ലോ അല്ലെങ്കിൽ തിയറമാണെന്ത്? ഗോസസ് തിയറം. അപ്പോൾ ഗോസസ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സർഫസ്, മറന്നു പോകരുത്, ക്ലോസ്ഡ് സർഫസിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആകെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ആ സർഫസിൽ എത്ര ചാർജ് ഉണ്ടോ ആ ചാർജ് ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഈ സർഫസിൽ 3 കൂളം ചാർജ് ഉണ്ടെങ്കിൽ ഈ സർഫസിലൂടെ മൊത്തം പുറത്ത് പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 3 കൂളംബ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണെന്നാണ് ആര് പറഞ്ഞത്? ഗോസസ് തിയറം പറയുന്നത്. അപ്പോൾ ഗോസസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ദി 1 by epsilon 0 times the net charge enclosed by it. 1 by epsilon 0 times 1 by epsilon 0 times the net charge enclosed by it. എന്താണ് ഗോസസ് തിയറം പറഞ്ഞത്? It states that the total flux passing through a closed surface is equal to 1 by epsilon 0 times the net charge enclosed by it. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് അല്ലേ, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു മാത്തമാറ്റിക്കൽ ഫോമാണ്, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 into q. It is only along closed surface. അപ്പോൾ ക്ലോസ്ഡ്, അപ്പോൾ ഗോസസ് തിയറം ആപ്ലിക്കബിൾ ആവുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. ആ സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോഷിയൻ സർഫസ്. എന്താ വിളിക്കുക? ഗോഷിയൻ സർഫസ്. അപ്പോൾ ഗോഷിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോസസ് തിയറം ആക്ട് ചെയ്യുന്ന സർഫസ്, അപ്ലിക്കബിൾ ആവുന്ന സർഫസ് ക്ലോസ്ഡ് സർഫസ് ആയിരിക്കും. അങ്ങനെയുള്ള സർഫസിനെ നമ്മൾ എന്ത് വിളിക്കുക? ഗോഷിയൻ സർഫസ്. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസിൽ എത്ര ചാർജ് ഉണ്ടോ ആ ചാർജ് ഇൻറ്റു 1 by epsilon 0 ആയിരിക്കും എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ ദാറ്റ് സർഫസ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ സർഫസ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ഇറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് നന്നായി പഠിക്കുക. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അതിൻ്റെ പ്രൂഫ് അടക്കം ചോദിക്കാറുണ്ട്, അപ്ലിക്കേഷൻസും ചോദിക്കാറുണ്ട്. അപ്പം പ്രൂഫ് നമുക്ക് പറയാം. ഗോസസ് തിയറം സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ഇറ്റ്. അതിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. ഫൈ ഓർ ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1 by epsilon 0 ഇൻറ്റു ക്യൂ. ഇതാണെന്ത്? ഗോസസ് തിയറത്തിൻ്റെ എക്സ്പ്രഷൻ. ഇനി ഇതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? ഇപ്പോൾ നമ്മളൊരു ചാർജിനെ കൺസിഡർ ചെയ്യുന്നു ഇൻ ഫ്രീ സ്പേസ്. ക്യൂ എന്ന് പറയുന്ന ചാർജ് ഒ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ ഫ്രീ സ്പേസ് ക്യൂ ബി എ ചാർജ് ലൊക്കേറ്റഡ് അറ്റ് ഒ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ഫ്ലക്സ് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഒരു ക്ലോസ്ഡ് സർഫസ് വേണം അല്ലേ? അപ്പോൾ ആദ്യം ഇമാജിൻ എ ക്ലോസ്ഡ് സർഫസ്. ക്ലോസ്ഡ് സർഫസ് കാണുക. എവിടെയാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ടത് വെച്ചാൽ അത്രയും വലിപ്പമുള്ളൊരു ക്ലോസ്ഡ് സർഫസ്. ഇപ്പോൾ 6 അകലത്തിലുള്ള പോയിന്റിലാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണണമെന്ന് വിചാരിക്കാം. ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണണമെങ്കിൽ 6 അകലത്തിൽ 6. അപ്പോൾ 6 എന്ന് പറയുന്നത് റേഡിയസ് ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
ഒരു ഗോഷ്യൻ സ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഗോഷ്യൻ സ്ഫിയർ ക്രിയേറ്റ് ചെയ്തു അല്ലേ, ആർ ബി ഇറ്റ്സ് റേഡിയസ് ആൻഡ് കൺസിഡർ എ സ്മോൾ ഏരിയ ഡി എസ് ഹിയർ. അപ്പോൾ ഈ ഡി എസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം. എന്താ ഇലക്ട്രിക് ഫീൽഡ്? ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താ വരിക? ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ആർ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? ഗോസസ് തിയറത്തിന് പ്രൂഫാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ് നമ്മൾ പഠിച്ചത്. ഫൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നാണ്. അപ്പോൾ ഈ നമുക്കറിയാം എത്രയാ? ക്യൂ ബൈ 4πε0 ആർ സ്ക്വയർ. അപ്പോൾ ഫൈ ഈക്വൽ ടു നമ്മളെന്താ എഴുതി? ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റഗ്രൽ ക്യൂ ബൈ 4πε0 ആർ സ്ക്വയർ ഇൻറ്റു ഡി എസ്. അപ്പോൾ ഇതിലെല്ലാ ടേംസും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻറ്റഗ്രലിൻ്റെ പുറത്തെടുക്കുക. ക്യൂ ഡിവൈഡഡ് ബൈ 4πε0 ആർ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എസ്. ഇൻറ്റഗ്രൽ ഡി എസ് ഇതാണ് എന്ത് കിട്ടിയത് നമുക്ക്? ഫ്ലക്സ് കിട്ടി. ഇനി ഈ ഇൻറ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് നോക്കി നോക്കൂ. ഈ സ്മോൾ ഏരിയേനെ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ മൊത്തമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആരാണ്? സ്ഫിയറാണ് അല്ലേ. അപ്പോൾ സ്ഫിയറിൻ്റെ ടോട്ടൽ ഏരിയ എന്താ? വാട്ട് ഇസ് ദ ഏരിയ? സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ 4πr². r is the radius അല്ലേ. അപ്പോൾ therefore ഇൻറ്റഗ്രൽ ഡി എസിനെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താം? 4πr² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു 4πr² ആവുമ്പോൾ ഇക്വേഷൻ എന്തായി മാറി? ക്യൂ ബൈ 4πε0 ആർ സ്ക്വയർ. ഇൻറ്റഗ്രൽ ഡി എസിന് പകരം 4πr² കൊടുത്തു. 4π ക്യാൻസൽ, ആർ സ്ക്വയർ ക്യാൻസൽ. നമുക്ക് എന്ത് കിട്ടി? ഫൈ ഈക്വൽ ടു ക്യൂ ബൈ ε0. ഹൻസ് ദി പ്രൂഫ്. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ε0. അപ്പോൾ ഗോസസ് തിയറത്തിൻ്റെ പ്രൂഫ് നമ്മൾ എന്താ ചെയ്ത്? ഒരു O എന്ന് പറഞ്ഞ പോയിന്റിൽ Q എന്ന് പറഞ്ഞ ചാർജിനെ ലൊക്കേറ്റ് ചെയ്തു. ഫ്രീ സ്പേസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആറ് അകലത്തിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു ഗോഷ്യൻ സർഫസ് വരച്ചു. 6 റേഡിയസ് ആയതുകൊണ്ട് അതൊരു സ്ഫെറിക്കൽ ഇൻ ഷേപ്പാണ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്മോൾ ഏരിയ ഡി എസ് ഇസ് ഈക്വൽ ടു ഇ ഡി എസ് ആണ്. ടോട്ടൽ ഏരിയ കാണണമെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡി എസ് എന്ന് വരും. നമുക്കറിയാം ഇ എന്ന് പറയുന്നത് അറ്റ് പോയിന്റ് ആറുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റഗ്രൽ ഡി എസ് നമ്മൾ മൊത്തം ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സ്ഫിയർ ആണ് കിട്ടുക. അപ്പോൾ ആ സ്ഫിയറിൻ്റെ ഏരിയ 4πr² ആണ്. therefore Q into 4πε0 r square into 4πr². ബാക്കിയുള്ള ടേംസ് ഒക്കെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ε0. ഇതാണ് എന്ത്? ഗോസസ് തിയറം. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ε0. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ എന്തൊക്കെയാണ്? ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രിക് ഫ്ലക്സ്, ഗോസസ് തിയറം. ഇനി നമുക്ക് ഗോസസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് പറയാനുള്ളത്. 3 അപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്ലിക്കേഷൻസ്. ഒന്ന് ലീനിയർ ലൈൻ ചാർജാണ്, പിന്നെ സർഫസ് ചാർജ്, ഷീറ്റ്. അപ്പം ഒരു കണ്ടക്ടർ, ലീനിയർ കണ്ടക്ടർ, പിന്നെ ഷീറ്റ്, ദെൻ സ്ഫിയർ. ഇവരെ 3 പേര് സർഫസിലും നമ്മൾ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം എന്നതാണ് ഗോസസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷനിലുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് അപ്ലിക്കേഷൻ നമുക്ക് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലീനിയർ കണ്ടക്ടർ, ഇൻഫിനിറ്റ്ലി ലോങ് ലീനിയർ കണ്ടക്ടർ. അപ്പോൾ കൺസിഡർ ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ XY. XY എന്ന് പറയുന്ന ഒരു വലിയ കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. ഈ കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഫ്ലക്സ് ആണ്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പോകുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. ചാർജ് ലീനിയർ വയർ അല്ലേ. അപ്പോൾ ചാർജ് ഡെൻസിറ്റി എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു dQ ബൈ dL ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് കൺസിഡർ ചെയ്യണം? ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ വയറിന് ഉൾക്കൊള്ളാവുന്ന ഗോഷ്യൻ സർഫസ് എന്താണ്? സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ് അല്ലേ. അപ്പോൾ L ലെങ്ത് ഉള്ള ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്തു.
L ലെങ്ത് ഉള്ള ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്തു. ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് R ആണ്. ഈ ഇവിടെ ഉള്ളൊരു സ്മോൾ ഏരിയയിലാണ് നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ പി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്തു. ആ ഏരിയ അടക്കം നമ്മൾ എന്ത് സർഫസ് ക്രിയേറ്റ് ചെയ്തു? ഗോഷ്യൻ സർഫസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാണുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ്സ് ആർ എവേ ഫ്രം പോസിറ്റീവ് ചാർജ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ടാണ്. ഇവിടെ ഏരിയ ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ റേഡിയലി ഔട്ട്വേർഡ്, പുറത്തേക്കാണ്. ഇലക്ട്രിക് ഫീൽഡൊക്കെ എങ്ങോട്ടാണ്? റേഡിയലി ഔട്ട്വേർഡാണ്. അപ്പോൾ റേഡിയലി ഔട്ട്വേർഡ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രക്ചറിന് 3 പാർട്ടായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടോപ്പ്, ബോട്ടം, പിന്നെ കർവ്ഡ് സർഫസ്, ഇങ്ങനെ 3 ഭാഗങ്ങൾ. അപ്പോൾ ഈ ബോട്ടത്തിലും ടോപ്പിലും ഇലക്ട്രിക് ഫീൽഡും ഏരിയയും പെർപെൻഡിക്കുലറാണ്. ഈ DS cos തീറ്റ cos 90 ആണ് വരിക. അപ്പോൾ ടോപ്പിലും ബോട്ടത്തിലും എന്തില്ല? ഇലക്ട്രിക് ഫ്ലക്സ് ഇല്ല. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ കണ്ടക്ടർ, ലീനിയർ കണ്ടക്ടർ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഇതിലൂടെ മാത്രമേ ആ കണ്ടക്ടറിൻ്റെ കേർവ്ഡ് സർഫസിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കേർവ്ഡ് സർഫസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഇലക്ട്രിക് ഫീൽഡും ഏരിയയും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അത് 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു കേർവ്ഡ് സർഫസ് എന്താ വരിക? ഈ DS എന്ന് പറയുമ്പോൾ കേർവ്ഡ് സർഫസിൻ്റെയാണ് നമ്മൾ എടുക്കുന്നത്. ബാക്കി രണ്ടും 0 ആയതുകൊണ്ടാണ് ടോപ്പിലും ഇല്ല ബോട്ടത്തിലും ഇല്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈ DS ഇസ് ഈക്വൽ ടു ഈ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈനവിടെ വെച്ചു. ഇൻ്റഗ്രൽ DS എന്ന് പറഞ്ഞാൽ ആരാണ്? കേർവ്ഡ് സർഫസിൻ്റെ ഇൻ്റഗ്രലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസിൻ്റെ ഏരിയ എത്രയാണ് വരിക? ഈ ഇൻറ്റു L ലെങ്ത് R റേഡിയസ്. ഇപ്പം എന്താ വരിക? 2πRL. കേർവ്ഡ് സർഫസിൻ്റെ ഏരിയ എന്താണ്? 2πRL. അപ്പോൾ കേർവ്ഡ് സർഫസിലൂടെ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ കേർവ്ഡ് സർഫസ് എന്താണ്? E ഇൻറ്റു 2πRL. പക്ഷേ ഗോസസ് തിയറം എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഇലക്ട്രിക് ഫ്ലക്സ് EDS ഇസ് ഈക്വൽ ടു Q/ε0 ആണെന്നാണ് ഗോസസ് തിയറം പറഞ്ഞത് അല്ലേ. ഇവിടെ നമുക്ക് Q എത്രയാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്തറിയാം? ചാർജ് ഡെൻസിറ്റി അറിയാം. അപ്പോൾ ചാർജ് ഡെൻസിറ്റിയുടെ ടേംസിൽ നമ്മൾ Qനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡ dl/ε0 അല്ലേ. ഇൻറ്റഗ്രൽ ലാംഡ dl/ε0. ലാംഡ കോൺസ്റ്റൻ്റ് ആണ്, ε0 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ലാംഡേനെ ε0നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ dl എന്താണ്? L അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ 1ഉം 2 എന്തായി? ലെഫ്റ്റ് സൈഡ് ഒരാൾ തന്നെയാണ്. ഇൻ്റഗ്രൽ DS അല്ലേ. ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 1, ഇക്വേഷൻ 1 and 2 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? E ഇൻറ്റു 2πRL ഇസ് ഈക്വൽ ടു ലാംഡ L/ε0. L എന്ത് ചെയ്തു? ക്യാൻസൽ ആയിപ്പോയി. ദെൻ വാട്ട് ഇസ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πε0 R, direction R cap. This is the electric field. അപ്പോൾ ചാർജ് ഡെൻസിറ്റിയുടെ ടേംസിലാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? ലീനിയർ വയറാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ലീനിയർ വയറിന് ഒരു P എന്ന് പറഞ്ഞ പോയിന്റ്, R അകലത്തിലുള്ള P എന്ന് പറഞ്ഞ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് കാണണം. അപ്പോൾ നമ്മൾ ആ P ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്തു ഇൻ ദ ഫോം ഓഫ് സിലിണ്ടർ. സിലിണ്ടറിൻ്റെ ലെങ്ത് L-ഉം റേഡിയസ് R-ഉം ആയി നമ്മൾ പരിഗണിക്കും. അപ്പോൾ സിലിണ്ടറിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും ഇലക്ട്രിക് ഫീൽഡും ഏരിയയും പെർപെൻഡിക്കുലർ ആയതിനാൽ ഫ്ലക്സ് 0 ആയിരിക്കും. അപ്പോൾ കർവ്ഡ് പാത്തിലൂടെ മാത്രമേ എന്തുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ റേഡിയലി ഔട്ട്വേർഡ് ആൻഡ് ഓൺലി ത്രൂ ദി കർവ്ഡ് സർഫസ്. സോ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ എത്രയാണ്? E ഇൻറ്റു 2πRL ആണ്. അപ്പോൾ 2πRL ആണ് ഏരിയ. ദെൻ ഫ്ലക്സ് ത്രൂ ദി കർവ്ഡ് സർഫസസ് E ഇൻറ്റു 2πRL. ആ E ഇൻറ്റു 2πRL നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി?
ലാംഡ ഡി എൽ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടി. നമ്മളത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തപ്പം ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി ലീനിയർ കണ്ടക്ടർ ബൈ യൂസിങ് ഗോസസ് തിയറം. അപ്പോൾ ഗോസസ് തിയറം ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു ലീനിയർ കണ്ടക്ടറിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ സാധിക്കും. ഗോസസ് തിയറത്തിൻ്റെ പ്രൂഫും ഈ ഓരോ ഡെറിവേഷനും ലീനിയർ കണ്ടക്ടർ നമുക്ക് 2 ആപ്ലിക്കേഷൻ കൂടി പറയാനുണ്ട്. ആ 2 ആപ്ലിക്കേഷനിൽ സ്ഫിയർ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഓരോന്നും എഴുതി പഠിക്കുക. പിന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം ക്ലാസ്സിൽ. അപ്പോൾ ഡൈപോൾ കൺസിസ്റ്റിംഗ് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ. ഇലക്ട്രോണും പ്രോട്ടോണും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആണല്ലോ. അപ്പോൾ പ്ലസ് ചാർജും ഒരു മൈനസ് ചാർജും. ഡിസ്റ്റൻസ് എത്രയാണ്? 4 × 10⁻⁻10. അപ്പം 2a ഈസ് ഗിവൺ 4 × 10⁻⁻10 മീറ്റർ. 2a. അപ്പോൾ മാറിപ്പോയത് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഡൈപോൾ ലെങ്ത്ത് 2a ആണ്. പിന്നെ വീണ്ടും 2-നെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യരുത്. തീറ്റ 30 ഡിഗ്രി. ഇലക്ട്രിക് ഫീൽഡ് 3 × 10⁵. ന്യൂട്ടൺ പെർ കൂളം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ അല്ലേ. ഇനി കാണേണ്ടതായിരിക്കാം ഡൈപോൾ മൊമെൻറ്റും ടോർക്കും. ഇപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ P = Q × 2a. Q എന്താണ്? ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ. അപ്പോൾ ചാർജ് ഓഫ് ഇലക്ട്രോൺ Q = 1.6 × 10⁻⁻19 കൂളം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാം. 1.6 × 10⁻⁻19 × 4 × 10⁻⁻10. 6.4 × 10⁻⁻19 യൂണിറ്റ് കൂളം മീറ്റർ. ഇതാണ് ഡൈപോൾ. ഇനി ആരാ കാണേണ്ടത്? ടോർക്ക്. ടോർക്കിന് ഇക്വേഷൻ എന്തായിരുന്നു? ടോർക്ക് = PE sin θ അല്ലേ. പി ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചില്ലേ? 6.4 × 10⁻⁻19. ഈ എത്രയാ? 3 × 10⁵ sin 30. ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ക്ലാസ് നിർത്താം. അപ്പോൾ എല്ലാ ഡെറിവേഷനും ഹോംവർക്ക് എന്ന് പറയുന്നത് ചെയ്തിരിക്കുന്ന എല്ലാ ഡെറിവേഷനും എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.